ജനങ്ങളോടൊപ്പം നിന്ന മാർപ്പാപ്പയാണ് നഷ്ടമായതെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP. ആധുനിക ലോകത്ത് ആത്മീയതയുടെ പ്രകാശഗോപുരവും ധാർമ്മിക മൂല്യങ്ങളുടെ പ്രവാചക ശബ്ദവുമായി പ്രശോഭിച്ച അപൂർവ തേജസ്സിനുടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ജോസ് കെ മാണി അനുസ്മരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് ഏതോ വളരെയധികം വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ വേർപാട് പോലെയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട ഒരു ഡെലിഗേഷൻ ഇന്ത്യയുടെ ആയിട്ട് വത്തിക്കാനിൽ പോകുവാൻ കഴിഞ്ഞു. ആ ചടങ്ങിന് ശേഷം പ്രധാനപ്പെട്ട ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാണുവാൻ, അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. എല്ലാവരും ലൈനിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹം ഓരോരുത്തരെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ എന്നെയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചതിന് ശേഷം കേരളവും സഭയുമായിട്ടുള്ള ബന്ധങ്ങളെ കാര്യങ്ങളെപ്പറ്റി ഒരു സെക്കൻഡ്സ് മാത്രം ഞാൻ സംസാരിച്ചു. അന്നേരം അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞത്, പ്ലീസ് പ്രേ ഫോർ മീ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, എത്രയോ സാധാരണക്കാരനാണ് മാർപ്പാപ്പ. ഏറ്റവും നമുക്കറിയാം, ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഏറ്റവും ലാളിത്യം മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളുടെ ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ചങ്കുറ്റത്തോടുകൂടി ഇടപെടുവാനും അതിന് പരിഹാരം കാണുവാനും അദ്ദേഹത്തിന് പലപ്പോഴും ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് അത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഒരു വിടവാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇനിയും മുന്നോട്ട് അങ്ങനെയുള്ള വ്യക്തികൾ സഭയ്ക്ക് ഉണ്ടാകട്ടെ. സഭയെ ഒരുമിച്ച് നിർത്തി, ജനങ്ങളെ ഒരുമിച്ച് നിർത്തി, ലോകത്തെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.